ഹലോ, നല്ല നമസ്കാരം. ഇന്ദ്രജിത് സുകുമാരൻ കേന്ദ്ര കഥാപാത്രമായി ജിതിൻ സുരേഷ് ടി സംവിധാനം ചെയ്ത ധീരം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ വലിച്ച് വലിച്ച് വലിപ്പിച്ച് ഊമ്പിച്ച് എന്ന് പറയാം. ചിരിക്കാൻ എന്തൊരു അത് എന്തോ എന്തോ കൊണ്ടോ നമ്മൾ പല സിനിമകളെ മുമ്പ് കണ്ടിട്ടുള്ളത് കൊണ്ട്, ഇങ്ങനെ ഇതിനകത്തുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ എല്ലാം മനസ്സിലാകുന്നുണ്ട്. അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിന്റെ മെയിൻ പ്ലോട്ട്, DIGയുടെ ബന്ധുവിന്റെ കൊലപാതക കേസ് അന്വേഷിക്കാൻ എത്തുന്ന SI സ്റ്റാലിൻ, ഇന്ദ്രജിത്ത് ചെയ്യുന്ന കഥാപാത്രം സ്റ്റാലിൻ. അന്വേഷണത്തിനിടയിൽ സ്റ്റാലിൻ ഇതൊരു സീരിയസ് കില്ലിംഗ് ആണെന്ന് തിരിച്ചറിയുകയാണ്. ഒരേ ഓരോ കൊലപാതകത്തിനും ശേഷവും അടുത്ത ഇരയെക്കുറിച്ചുള്ള സൂചനകൾ പ്രത്യേകിച്ച് പോസ്റ്റൽ കാർഡുകൾ വഴി കില്ലർ നൽകുന്നുണ്ട്. പണക്കാരനായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ റാഗിങ്ങും അതിക്രമങ്ങളും വർഷങ്ങൾക്ക് ശേഷം അതിനോടുള്ള പ്രതികാരവുമാണ് സിനിമയുടെ പ്രധാനമായിട്ടുള്ള കോർ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചൈൽഡ്ഹുഡ് ഡ്രോമയും അതോടൊപ്പം തന്നെ ഈ പാരന്റിങ്ങിലെ പിന്നെ പാളീച്ചകളും എങ്ങനെ ഒരാളെ ക്രിമിനൽ ചിന്താഗതിയിലേക്ക് നയിക്കുന്നു എന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സിനിമ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൽ പിന്നെ ആക്ടിങ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ദ്രജിത്ത് സുകുമാരൻ വളരെ ഗംഭീരമായിട്ട്, അദ്ദേഹമാണ് ഈ സിനിമയുടെ ഒരു പിന്നെ ഈ സിനിമയെ ഷോൾഡർ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രകടനം കിടിലമാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു എനർജിയും അദ്ദേഹം ഒരു നല്ല രീതിയിൽ അതിനെ അവതരിപ്പിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ രഞ്ജി പണിക്കർ പതിവ് പോലെ മസിലൊക്കെ പിടിച്ച് പിന്നെ ശ്വാസം പിടിച്ച് തന്നെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ റെബേക്ക, മോണിക്ക ജോൺ, ദിവ്യ പിള്ള, പിന്നെ സാഗർ, അങ്ങനെ കുറേ പേര്. അതോടൊപ്പം തന്നെ ഇതിന്റെ സംവിധായകൻ ജിതിൻ സുരേഷിന്റെ സംവിധാനം ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും പക്ഷെ തിരക്കഥയിലെ ചില എന്താ പറയുക, ഒരു ആവർത്തനം അത് പിന്നെ സംവിധാനത്തിന്റെ ഒരു മാറ്റ് കുറയ്ക്കുന്നുണ്ട്. പിന്നെ ഒരിക്കലും നമുക്ക് ഒരു ക്രൈം സീനിൽ ഇന്ദ്രജിത്തിന്റെ കഥാപാത്രം കണ്ണടച്ച് കാര്യങ്ങൾ ഭാവനയിൽ കാണുന്ന ആ ഒരു രീതി ഒരു തുടക്കത്തിൽ ഒന്ന് രണ്ടെണ്ണം കാണിക്കുമ്പോൾ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പിന്നെ ഇത്തിരി ബുദ്ധിമുട്ടാവുന്നു. പിന്നെ സർട്ടിഫിക്കറ്റ് ഒരു നല്ല വയലൻസും അതോടൊപ്പം തന്നെ റാപ്പും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതുകൊണ്ട് 18 വയസ്സിന് മേളിലുള്ളവർ മാത്രം സിനിമ കാണുക. പിന്നെ 3 വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ പാരലായിട്ട് കാണിക്കുന്ന സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു 30 മിനിറ്റ്സ് വളരെ എൻഗേജ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ സിനിമയിലെ ഏറ്റവും ഒരു വലിയ സർപ്രൈസ് അതിൻ്റെ ക്ലൈമാക്സ് ട്വിസ്റ്റാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് വെളിവാക്കപ്പെടുന്ന. ശരിക്കും നമ്മളെ അത് ഞെട്ടിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ആ ഞെട്ടിക്കലും മാത്രമേ ഉള്ളൂ. ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് സിനിമ ഗംഭീരമാകത്തില്ലല്ലോ. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, വിഷ്വൽസ്, പ്രത്യേകിച്ച് പിന്നെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലെ മറ്റും ലൈറ്റിങ് ഒരു നല്ല ഗംഭീരമായിട്ട്, ഒരു റെഡ് ഷെയ്ഡ് ഒരു യെല്ലോ ഷെയ്ഡ് മൊത്തത്തിൽ ഒരു കളറിങ് കൊടുക്കാൻ വേണ്ടി ഗംഭീരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഇത് എന്താ പറയുക, ഇതിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ടൈപ്പ് ഓഫ് മ്യൂസിക് അതിങ്ങനെ എപ്പോഴും റിപ്പീറ്റ് അടിച്ചടിച്ച് ഇങ്ങനെ വരികയാണ്. പിന്നെ എഡിറ്റിങ്ങിൽ ചില പശകളൊക്കെ ഉണ്ട്. പക്ഷേ ആ എഡിറ്റിങ്ങിൽ ഇനിയിപ്പോൾ വിമർശനമായിട്ട് തന്നെ അങ്ങ് പറയാം. അതായത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ തിരക്കഥയിലെ ഒരു വലിയ ഒരു ലാഗുണ്ടല്ലോ. സിനിമയിലെ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയതെന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നെ വളരെ ദൈർഘ്യമേറിയ, ഏകദേശം 2 മണിക്കൂറോളം വരുന്ന 2.5 മണിക്കൂറോളം നീണ്ടു വരുന്ന പല രംഗങ്ങളും അനാവശ്യമായിട്ട് വലിച്ചു നീട്ടി ഒരേ സാധനം ഒരേ ഡയലോഗിലൂടെ പറഞ്ഞു തീർക്കാവുന്ന, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സീനിൽ മാത്രം തീർക്കാവുന്ന പല സംഭവങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മളെ ക്ഷമയുടെ നെല്ലിപ്പല കാണിപ്പിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ വലിപ്പിച്ച് എന്ന് പറയുന്നത്. പിന്നെ എഡിറ്റിങ്ങിലെ ഒരുപാട് പ്രോബ്ലം വെച്ചാൽ ഒരുപാട് പ്രോബ്ലം. പിന്നെ ഈ എഡിറ്റിങ് സിനിമയിലെ ഏകദേശം ഒരു 1/2 മണിക്കൂർ അങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ട ഒരുപാട് സാധനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സീനുകളുണ്ടല്ലോ. ഒരു ത്രില്ലർ സിനിമയാകുമ്പോൾ ഇതിൻ്റെ സീനുകൾ നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത സാധനങ്ങളായിരിക്കണം എപ്പോഴും. നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. 5-ാം പാതിരയുടെ അതേ ടൈപ്പിലാണ് ഈ സിനിമയെ ഉണ്ടാക്കാൻ നോക്കിയിട്ടുള്ളത്. ഒരു ത്രില്ലറുകളിൽ കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഒരു സീരിയൽ കില്ലർ പോലീസിനെ വെല്ലുവിളിക്കുന്നതും അതേപോലെ തന്നെ ഒരു ഡ്രാമ
ആ ഒരു പ്രതികാരത്തിൻ്റെ പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനം, ട്വിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള ഇത് മാത്രമായിട്ട് എനിക്ക് പലർക്കും തോന്നിയിട്ടുണ്ട്. സസ്പെൻസ് നിലനിർത്താൻ വേണ്ടി മാത്രം ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ കടന്നു വരുന്നു. ഇത് ആ ഒരു സിനിമയുടെ ആ ഒഴുക്കിന് വളരെ ഗംഭീരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അത് എനിക്ക് തോന്നുന്നു ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരുപാട് വയലൻസിൻ്റെ എന്താ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയത്? ഒരു റാപ്പ് സീൻ തന്നെ എത്ര പ്രാവശ്യം കാണിക്കുന്നത്? എന്തിനാ അത്രയും പ്രാവശ്യം കാണിക്കുന്നത്? അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മൊബൈലിൽ കൂടെ കാണുന്നു. അപ്പോൾ എൻ്റെ വെറുതെ അല്ല ഇതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. കൊലപാതകങ്ങൾ ഓക്കെ അതൊക്കെ ഓക്കെയാണ്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ റാപ്പ് സീൻ എത്ര പ്രാവശ്യം കാണിക്കണം? ഒരു പ്രാവശ്യം കാണിച്ചാൽ പോരെ? പിന്നെ വില്ലന്മാരുടെ ക്രൂരത കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വില്ലന്മാരെ ക്രൂരതയൊക്കെ കാണിച്ചോ, ഒരു പ്രശ്നമില്ല. പക്ഷെ അവരോട് നമുക്കൊരു ദേഷ്യമെങ്കിലും തോന്നണ്ടേ? വില്ലന്മാരുടെ ഇത് പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് തോന്നണ്ടേ ഇതാണ് വയലൻസാണ് കാണിക്കുന്നത് എന്ന് നമുക്കൊരു ഇതെങ്കിലും തോന്നണ്ടേ? അങ്ങനെ ഒരു സാധനം തോന്നുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് സിനിമയിലെ ഒരുപാട് ഡയലോഗുകൾ, പിന്നെ എന്താ പറയുക, ഞാനത് എനിക്ക് എന്താണ് പറയേണ്ടത്, ഈ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻ പിന്നെ സീന് പ്ലാൻ ചെയ്ത സമയത്ത് ഉണ്ടാവുന്ന മിസ്റ്റേക്ക് തന്നെയാണ് അതൊക്കെ. കൃത്യമായിട്ടും ഇപ്പം കമ്മീഷണറുടെ ഫോണിൽ വിളിക്കുന്നു, ഉടനെ അവിടെ എഴുതി കാണിക്കുകയാണ് കമ്മീഷണർ കോളിംഗ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൺട്രോൾ റൂമിൽ പോയി പിന്നെ വിളിക്കുകയാണ്, കൺട്രോൾ റൂമിൽ നിന്ന് കോൾ വരുന്നു, അപ്പോൾ കൺട്രോൾ റൂം കോളിംഗ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നത്. അതിൻ്റെ ആവശ്യം തിരിക്കുന്നു. അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് അടുത്ത സീനെന്ന് പറയുന്നത് പിന്നെ പോലീസ് ക്ലബ്ബിൽ പോയിരുന്ന് ബില്ലിയാർഡ്സ് കളിക്കുന്നതാണ്. എന്തൊരു വെറുപ്പിക്കൽസടേ. അതോടൊപ്പം തന്നെ ഒരുപാട് സീനുകൾ ഇത് കണക്കിങ്ങനെ പിന്നെ ഇത് കാണുന്നത് വിഷ്വലായിട്ട് കാണുന്ന സീനുകൾ, അത് എപ്പോഴും ഒരു വയലൻസ് നടന്ന അല്ലെങ്കിൽ ഒരു പിന്നെ കൊലപാതകം നടന്ന ഒരു സ്ഥലത്ത് പോയി നിന്നിട്ട് ഇന്ത്യത്ത് ആ സീന് റീക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വിഷ്വൽസ് കാണിച്ചു തരിക. അതിൻ്റെ ആവശ്യം ധരിക്കുന്നു. ക്ലൈമാക്സിനോട് അടുപ്പിച്ച് വന്നിട്ടാണെങ്കിൽ ആ ഒരു പിന്നെ വീഴ്ച, ഒരു പിന്നെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീഴുന്ന ആ ഒരു വീഴ്ച ഇങ്ങനെ നിർത്തി ലാഗടുപ്പിച്ച് കൊന്നുപോലെ വിളിക്കുന്നു സാധനം. അത് റിപ്പിറ്റേഷൻ. അതോടൊപ്പം തന്നെ ലാസ്റ്റിൽ ഈ സീനിൽ ഇങ്ങനെ പിന്നെ ഒരു സ്റ്റെയറിലോട്ട് കയറി പോകുന്ന സാധനം, പിന്നെ ഗ്രാഫിക്സ് തുടക്കത്തിൽ കാണിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ തുടക്കത്തിൽ തന്നെ ക്ലൈമാക്സിന്റെ സാധനം കാണിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം വീണ്ടും ക്ലൈമാക്സിൽ അതേ സാധനം തന്നെ വീണ്ടും കാണിക്കുന്നു. റിപ്പിറ്റേഷനോട് റിപ്പിറ്റേഷൻ. എന്തിനാണ് ഇത്രയും റിപ്പിറ്റേഷൻ? നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത സാധനമൊന്നും അല്ലല്ലോ ഇതൊന്നും. റിപ്പിറ്റ് അടിച്ച് ഞാൻ പറഞ്ഞില്ലേ, വലിച്ച് നീട്ടി അങ്ങ് വലിപ്പിച്ച് ഊമ്പിച്ച് തന്നു മൊത്തത്തിൽ. പിന്നെ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഈ സംഭാഷണങ്ങൾ എത്ര പ്രാവശ്യം പറയണോടെ? ഒരു സാധനം എത്ര പ്രാവശ്യം പറയണം? കമ്മീഷണർ പിന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം, പിന്നെ കീഴുദ്യോഗസ്ഥന്മാർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം, പിന്നെ ആ ബീജത്തിന്റെ കാര്യം പ്രത്യേകിച്ച് പറയണം. നോൺ സ്റ്റോപ്പ് ബീജിയം എന്തരടെ എന്നാ വെറുപ്പിച്ച് വ്യത്യസ്തമായിട്ടുള്ള ബീജി ഇതെന്ന് പറയുന്നത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ കേട്ട സാധനം തന്നെ റിപ്പിറ്റ് അടിച്ച് എല്ലാ സീനിനും ഒരു 3 പാറ്റേൺ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 3 സാധനം എടുത്ത് ഇട്ട് ചുമ്മാ വെറുപ്പിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിന്നെ ഗംഭീരമാണ്, പക്ഷേ അത് ആവർത്തന വിരസത എനിക്ക് തോന്നി. ആ ഒരു പിന്നെ എല്ലാ സീനിനും, അതിപ്പോൾ എത്ര സീരിയസ് ആയിട്ടുള്ള സീനായിരുന്നാലും അങ്ങനെ ഒരു സാധനം തോന്നി. പിന്നെ ഡബ്ബിങ്ങിൽ പിന്നെ നായിക ദിവ്യപിള്ളയുടെ ഡബ്ബിങ് അതിന് ചേരുന്നില്ല. പിന്നെ അതോടൊപ്പം തന്നെ മിസ്കാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ചില സാധനങ്ങളുണ്ട്. ദിവ്യപിള്ള മിസ്കാസ്റ്റിംഗ് ആയിരുന്നു. അതോടൊപ്പം തന്നെ സാഗറിനും ആ വേഷം ഒട്ടും യോജിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു പിന്നെ സാഗറിൽ നിന്ന് നമ്മൾ അതല്ല പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നായിക റെബ മോണിക്ക ജോൺ, അവളുടെ പ്രകടനം എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കൽ. സിഗരറ്റൊക്കെ വലിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനെ പ്രാന്തെടുപ്പിക്കുന്ന രീതിയിലാണ് സിഗരറ്റൊക്കെ വലിക്കുന്നത്. ആകെപ്പാടെ എനിക്ക് ഇന്ദ്രജിത്തിന്റെ പ്രകടനം സമ്മതിച്ചു. പിന്നെ ആ ക്ലൈമാക്സിലെ ട്വിസ്റ്റും അതും ഒരു ഗംഭീരമായിട്ടുള്ളൊരു പോസിറ്റീവാണ്. പക്ഷേ തിരക്കഥയുടെ ലാഗും സീൻ ബിൽഡ് ചെയ്തതിൻ്റെ കുഴപ്പവും ആവർത്തനവും മ്യൂസിക്കിൻ്റെ പിന്നെ അതിപ്രസരവും കാരണം ഈ സിനിമ ഒരു ഊമ്പിയ സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. താങ്ക് യു.